നമുക്കിന്ന് ഉരുക്ക് വെളിച്ചെണ്ണ വീട്ടിലെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് തലയിൽ തേക്കാനും കുഞ്ഞുങ്ങളുടെ ദേഹത്ത് പുരട്ടാനൊക്കെ വളരെ നല്ലൊരു ഹോം മെയ്ഡ് കോക്കനട്ട് ഓയിലാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 4 തേങ്ങ വെച്ചോ 5 തേങ്ങ വെച്ചോ ചെയ്യാവുന്നതാണ്. നമ്മളെടുക്കുന്ന തേങ്ങയുടെ അളവനുസരിച്ചായിരിക്കും നമുക്ക് ഓയിൽ ഇതിൽ നിന്നും കിട്ടുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക. ഇതിന് അരക്കാൻ ആവശ്യത്തിന് സാദാ വെള്ളത്തെക്കാളും ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം. ഇത് ഒരുപാട് അങ്ങ് നൈസായിട്ട് അരയരുത്. പാൽ പിഴിഞ്ഞെടുക്കാൻ പാകത്തിന് അരച്ചെടുത്താൽ മതി. ഇങ്ങനെ പിഴിഞ്ഞെടുത്ത ഈ തേങ്ങാപ്പാൽ വെച്ചാണ് നമ്മൾ ഓയിൽ ഉണ്ടാക്കുന്നത്. ഇതിൽ നിന്ന് മാക്സിമം പാൽ പിഴിഞ്ഞെടുക്കാൻ ശ്രമിക്കണം. ഇപ്പം ഞാൻ ചെയ്യുന്നതിനേക്കാളും ഒരു എളുപ്പവിദ്യ പറഞ്ഞു തരാം. ഇങ്ങനെ എടുത്ത കോക്കനട്ട് മിൽക്ക് ഇത് ഫ്രിഡ്ജിൽ അനക്കാതെ 2 ഡേയ്സ് വെക്കണം. അപ്പോൾ അത് ഊറി വരും. അതിൻ്റെ പാൽക്കട്ടി വേറെ, അതിൻ്റെ വെള്ളം വേറെ, അങ്ങനെ ഊറി വരും. അപ്പോൾ ആ പാൽക്കട്ടി മാത്രം എടുത്ത് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നമുക്ക് സമയം ലാഭിക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതാണിപ്പോൾ. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. ഇതൊരു കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാനിലൊഴിച്ച് ഇതിങ്ങനെ നമ്മൾ തിളപ്പിച്ചെടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്ത് തിളപ്പിച്ചെടുത്താണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ വേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ചെയ്താൽ കുറച്ചുകൂടി സമയം ലാഭിക്കാം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഉണങ്ങിയ തേങ്ങ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, പച്ച തേങ്ങയേക്കാളും. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെക്കണമെന്നില്ല. അവസാനമാകുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഓയിൽ. എൻ്റെ ഗ്രാൻഡ്മയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ്മയില്ല. വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കോക്കനട്ട് ഓയിലാണ്. നല്ല സ്മെല്ലാണ് ഈ ഓയിലിന്. ഇത് കറിയിലൊക്കെ താളിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമുക്കിത് അതിനൊന്നും തികയത്തില്ല. 3 തേങ്ങയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചേ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ കൂടുതൽ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആവശ്യത്തിനുള്ളത് മാത്രം പുറത്ത് വെച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പം നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് 5 മിനിറ്റ്സ് ഇട്ട് വെച്ചാൽ അത് ഓക്കെ ആയിക്കോളും. ഇതിപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് കരിയരുത്. ഇതിങ്ങനെ ബ്രൗൺ കളറായിട്ട് ഒരു ക്രിസ്പിനെസ് വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് എല്ലാവർക്കും, എല്ലാ വീട്ടമ്മമാർക്കും അറിയായിരിക്കും. എന്നാലും ഈ പുതിയ കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയത്തില്ല. അറിയാത്ത ഇങ്ങനെ കുറേ പേരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് അരിച്ചെടുക്കണം. ഇതിൽ നിന്നും മാക്സിമം ഓയിൽ പിഴിഞ്ഞെടുക്കണം. നല്ലൊരു ഹോം മെയ്ഡ് കോക്കനട്ട് ഓയിലാണ്. കെമിക്കലൊന്നും ചേർക്കാത്ത ഓയിലാണ്. മാക്സിമം പിഴിഞ്ഞെടുക്കണം ഇതിൽ നിന്നും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഓയിലാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.